കെ ജയകുമാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹം വിവിധ വകുപ്പുകളിൽ വളരെ സുസ്ഥിരമായ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. ജില്ലാ കളക്ടറടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. അവിടെയെല്ലാം വലിയ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം അപകടകരമായ എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സിസ്റ്റം കൊളാപ്സ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അവതാളത്തിലായോ എന്ന് അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ തോന്നിയതാണ് അദ്ദേഹം ചോദിച്ചത്. യാതൊരു സംശയവുമില്ല. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളല്ല. ഏത് വന്നാലും പോസിറ്റീവായി മാത്രം സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം നെഗറ്റീവായി പറഞ്ഞെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കാത്ത വിധത്തിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ മൊത്തം അലങ്കോലമായോ, ഇവിടെ കുടിവെള്ളമില്ല, 4000 പേര് ഇരിക്കേണ്ട അടുത്ത് 20,000 പേർ കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 5 പേർ, ഒരാൾ നിൽക്കേണ്ടടുത്ത് 5 പേർ. ഇത് ഒരു വലിയ കരൂർ പോലുള്ള ഒരു ദുരന്തം ഉണ്ടാവാതിരുന്നത് തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ ഒറ്റ കരുണ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് മാത്രം നിൽക്കാൻ, താങ്കൾക്ക് മാത്രം നിൽക്കാനുള്ളൊരു സ്ഥലത്ത് 5 പേര് കൂടുതലായി നിൽക്കുന്നു. ഒരാൾ വന്നാൽ പോലും നമ്മൾ എങ്ങനെയെങ്കിലും ഒടിഞ്ഞ് മടങ്ങിയൊക്കെ നമുക്ക് നിൽക്കാമെന്ന് വയ്ക്കാം. 5 പേര് വന്നാൽ നമ്മുടെ ശ്വാസകോശം പൊട്ടിപ്പോവും. കാരണം പ്രഷർ അത്രയ്ക്കാണ്. ഇത് എങ്ങനെ അവിടെ നിന്നു എന്നെനിക്കറിയില്ല. ഇത് അയ്യപ്പൻ മാത്രമാണ് ഈ 20,000 പേരെ രക്ഷിച്ചത്. അതിലൊരാളെ പോലും കൊല്ലാതെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പൻ മാത്രമാണെന്ന് പറയേണ്ടി വരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ ജയകുമാർ പറഞ്ഞത്, ഇത് കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു എന്ന്. ഹൈക്കോടതിയും ഇതാണ് പറഞ്ഞത്. 6 മാസം മുമ്പേ ചെയ്യേണ്ട പ്രവർത്തികൾ അവിടെ നടന്നിട്ടില്ല. 6 മാസം മുമ്പേ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഓരോ ദിവസവും 1,00,000-ലധികം പേര് വരുന്ന, ഏതാണ്ട് ഈ മണ്ഡലകാലം കഴിയുമ്പോൾ 3 കോടിയിലധികം വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് 6 മാസം മുമ്പ് തുടങ്ങിയാൽ പോലും ഇങ്ങ് എത്തില്ല. അപ്പോൾ 6 മാസം മുമ്പ് പോലും തുടങ്ങേണ്ട കാര്യങ്ങൾ നട തുറന്നിട്ട് പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആരായാലും പകച്ചു പോവും. ഒരു അഡ്മിനിസ്ട്രേറ്റർക്കും ഒറ്റയ്ക്കൊന്നും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയില്ല. അത്രയ്ക്കൊരു കയോസിലേക്ക് പോയോ എന്ന് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന, ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന കെ ജയകുമാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെയോ അത്ഭുതകരമായ ശക്തി കൊണ്ട് മാത്രമാണ് അത്രയും ജനങ്ങൾ അവിടെ രക്ഷപ്പെട്ടത്, ഒരു ദുരന്തവും ഉണ്ടാകാത്തത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്.